മനുഷ്യർക്കൊപ്പം എന്ന ഏറ്റവും കാലോചിതമായ, ഏറ്റവും ഇന്ന് പ്രസക്തമായ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ നയിക്കുന്ന ഈ കേരള യാത്ര വലിയ ആവേശത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പര്യടനമാണ് ഇന്ന് പൂർത്തീകരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് ഈ ജാഥ സമാപിക്കുകയാണല്ലോ. മനുഷ്യർക്കൊപ്പം എന്ന ഏറെ അർത്ഥവത്തായ ഈ സന്ദേശം ഈ ജാഥ വഴി കേരളത്തിലാകെ ഉയർത്തിക്കൊണ്ട് മുന്നേറുമ്പോൾ സഹവർത്തിത്വവും സ്നേഹവും ശീലമാക്കുന്ന ഒരു ആദർശ സമൂഹത്തിൻ്റെ സൃഷ്ടി എന്ന സന്ദേശമാണ് ഈ ജാഥയുടെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ യാത്രയുടെ നേതൃത്വം വഹിക്കുന്ന ഗ്രാൻഡ് മുഫ്തി അവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന പ്രമേയവും 2001 മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശവും ഉയർത്തിക്കൊണ്ട് തന്നെ ഇതുപോലെയുള്ള യാത്രകൾ നടന്നിട്ടുള്ള കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ യാത്രയും സമൂഹത്തിൻ്റെ സ്നേഹകാരുണ്യങ്ങളുടെ സന്ദേശം പൊതു സമൂഹത്തിന് പകർന്നു നൽകും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. വർഗീയത വിഷം ചീറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യപക്ഷത്ത് ഉറച്ചു നിൽക്കാനും സമൂഹത്തെ പുരോഗമനപരമായി നിലനിർത്താനും കേരള മുസ്ലിം ജമാഅത്തിനും അതിൻ്റെ നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം അങ്ങേയറ്റം അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. വൈവിധ്യം അംഗീകരിക്കാനും വിയോജിപ്പുകൾ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ആ കാഴ്ചപ്പാട് കടുത്ത വെല്ലുവിളി നേരിടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം തകർക്കപ്പെടുകയാണ്. ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചിലർ. ലോകത്തിനു മുമ്പിൽ ഈ നാടിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ നേതാക്കളെ ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. രാഷ്ട്രപിതാവിൻ്റെ പേര് പോലും തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമങ്ങൾ, സിവിൽ കോഡുകൾ, അതിൻ്റെ നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വഖഫ് ബോർഡ് പോലെയുള്ള ഭേദഗതി ബില്ല് പോലെയുള്ള കാര്യങ്ങളിൽ വിവാദപരമായ അംശങ്ങൾ ഉൾപ്പെടുത്തൽ, ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവർക്ക് ഈ നാട്ടിൽ മാന്യമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തെപ്പറ്റി എവിടെ പറയുമ്പോഴും അഭിമാനകരമായി നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായ സ്ഥലമാണിത്. എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം. കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം പോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന പരസ്യവാചകമാണ്. ഇവിടെ സ്വസ്ഥമായി ജീവിക്കുവാൻ അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ നിസ്കരിക്കാനോ കുർബാന കൈക്കൊള്ളുവാനോ ദീപാരാധനയ്ക്ക് പോകാനോ പോകുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് നിങ്ങളുടെ അടുക്കളയിൽ വന്ന് ആരും അവിടുത്തെ പാത്രം തുറന്നു നോക്കില്ല. ഇങ്ങനെ ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നൊരു നാടാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. നമ്മൾ എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും എന്ത് സമ്പത്തുണ്ടാക്കിയാലും എത്രയെത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു അർത്ഥവുമില്ല. ആ സ്വസ്ഥതയുണ്ടാവാൻ, സാഹോദര്യം ഉണ്ടാവാൻ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ സന്ദേശത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ദീർഘമായി സംസാരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. വളരെ പ്രമുഖരായ ഒരു വലിയ ഒരു നിരയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതിൻ്റെ നേതൃത്വം നൽകുന്ന ബഹുമാനായ ഗ്രാൻഡ് മുഫ്തിയുടെ പ്രസംഗം ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മനുഷ്യർക്കൊപ്പം എന്നുള്ളത് മുന്നോട്ട് വെക്കുമ്പോൾ ഏത് മനുഷ്യരാണ് മനുഷ്യർ എന്നുള്ള കാഴ്ചപ്പാട് തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ശക്തിയുള്ള രാജ്യമാണെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ പ്രസിഡന്റിനെയും അങ്ങേരുടെ ഭാര്യയെയും വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടത്തുമ്പോൾ, വെനിസ്വേലയുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി തടവിലാക്കുമ്പോൾ ആ തടവിലാക്കാൻ കൊണ്ടുപോയ ആളാണോ മനുഷ്യൻ, അതോ അവിടെ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണോ മനുഷ്യൻ? തർക്കമാണ്. ഇന്ന രാജ്യം ഇങ്ങ് തന്നില്ലെങ്കിൽ ഞാനിങ്ങ് എടുക്കും എന്ന് പറയുന്നു. ഇപ്പം ഗ്രീൻലാൻഡ്
അതെടുക്കുന്നതിന് ഉള്ള പവറുള്ള മനുഷ്യനാണോ മനുഷ്യൻ? ജനാധിപത്യമുള്ള സംവിധാനമാണോ മനുഷ്യരുടേത്? ഇത് രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല. ഞങ്ങൾക്ക് ഇന്ന തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്, അതുകൊണ്ട് നിയമങ്ങളാകെ ഇങ്ങനെ മാറ്റും. സംസ്ഥാനങ്ങളുടെ, ജനങ്ങളുടെ, വ്യക്തികളുടെ അവകാശങ്ങളിൽ കടന്നു കയറാൻ ഫോഴ്സ് ഉപയോഗിക്കാൻ പവറുണ്ട്, അധികാരമുണ്ട്, ആയുധമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണോ മനുഷ്യത്വം? അതാണോ മനുഷ്യൻ? അതോ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, ഈ ലോകത്തെ സമസ്ത ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്ന, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന, എല്ലാം സമ്പന്നമായുള്ള ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതാണോ മനുഷ്യൻ്റെ കടമ? നമ്മൾ എല്ലാവരെയും തുല്യമായി കാണുന്ന, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, ആരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമീപനത്തിനെതിരെ നിൽക്കുന്ന ഒരു അത്തരം മനുഷ്യർക്കൊപ്പം മുന്നോട്ട് പോകുവാൻ നമുക്ക് ശക്തി പകരുന്നതാവണം ഇത്തരം പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും. ഈ കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ആശയം ശക്തമായി മുന്നോട്ട് വെക്കുന്നതിന്, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. കൊല്ലത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ ദേശികനാടിൻ്റെ വലിയ ചരിത്രമുള്ള ഈ കൊല്ലത്തിൻ്റെ പീരങ്കി മൈതാനം എന്ന് പറയുന്ന ഈ മണ്ണിൽ വലിയ സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ സ്ഥലമാണ് ഈ സ്ഥലം. പീരങ്കി മൈതാനം വെടിയേറ്റ് മരിച്ചിട്ടുള്ള ആളുകളുണ്ട്. കല്ലയും മാലയും പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള വനിതകളുടെ അന്ന് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ പ്രതിഷേധിച്ചുകൊണ്ട് സമരം ചെയ്ത വനിതാ സമരങ്ങളുടെ ഒക്കെ ഉജ്ജ്വലമായ സമരപാരമ്പര്യമുള്ള സ്ഥലത്ത് കൂടിച്ചേരുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.